CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. SIR പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് കണ്ടെത്താനാവാത്ത 81,000 കേസുകൾ പരിഹരിച്ചതായി മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ്. ജില്ലാ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. $10 ഗ്രാം MDMA-യുമായി യുവതിയെയും യുവാവിനെയും പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. പൂക്കോട്ടുകാവ് സ്വദേശികളാണ് പിടിയിലായത്. അങ്ങാടിപ്പുറം FCI ഗോഡൌണിലെ CITU തൊഴിലാളികൾ BMS-ൽ ചേർന്നെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് CITU ജില്ലാ നേതാക്കൾ. BMS-ൽ അംഗത്വമെടുത്തവർക്ക് CITU ചുമട്ടുതൊഴിലാളി യൂണിയനുമായി ഒരു ബന്ധവുമില്ലെന്നും നേതാക്കൾ പറഞ്ഞു. SIR പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് കണ്ടെത്താനാവാത്ത 81,000 കേസുകൾ പരിഹരിച്ചതായി മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ്. ജില്ലാ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. ലോജിക്കൽ വ്യത്യാസം ഉൾപ്പെടെ ഹിയറിംഗ് ആവശ്യമുള്ള 3 ലക്ഷത്തോളം കേസുകളിൽ ഈ ആഴ്ചയോടെ നടപടികൾ പൂർത്തിയാക്കും. വോട്ടവകാശമുള്ള ഒരാൾ പോലും പട്ടികയിൽ നിന്ന് പുറത്താകില്ലെന്ന് കലക്ടർ ഉറപ്പു നൽകി. വില്ലേജ് ഓഫീസുകളിൽ ഇതിനായി ഹെൽപ്പ് ഡെസ്കുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 14 6 ലക്ഷത്തിലധികം അപേക്ഷകളിൽ നടപടി പൂർത്തിയാക്കും. MLA-മാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള പദ്ധതികൾക്ക് ഭരണാനുമതി നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ പ്രത്യേക യോഗം ചേരും. പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ഫെബ്രുവരി 25 ഉദ്യോഗസ്ഥരുടെ പ്രീ വികസന സമിതി യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനമായി. കോട്ടയ്ക്കൽ പുത്തൂർ ചെനക്കൽ ബൈപ്പാസ് 3ാം ഘട്ടത്തിന്റെ സർവേ പൂർത്തിയായതായും യോഗം വിലയിരുത്തി. ജില്ലയിലെ വിവിധ വികസന പ്രവർത്തനങ്ങളും യോഗം ചർച്ച ചെയ്തു. കാടാമ്പുഴ 110 kV സബ്സ്റ്റേഷൻ ഫെബ്രുവരി 15 കമ്മീഷൻ ചെയ്യും. മഞ്ചേരി അമൃത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ ഈ ആഴ്ച ആരംഭിക്കാനും ഇരുമ്പിളിയം വലിയകുന്നത്ത് റോഡിലെ പൈപ്പ് ലൈൻ മാറ്റുന്നത് സംബന്ധിച്ച് ഫെബ്രുവരി 2 പ്രത്യേക യോഗം ചേരാനും തീരുമാനിച്ചു. കൂടാതെ തിരൂർ ജില്ലാ ആശുപത്രിയിലെ അർബുദ മരുന്നുക്ഷാമം പരിഹരിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ അടിയന്തര ഇടപെടൽ തേടിയിട്ടുണ്ട്. സിവിൽ സ്റ്റേഷനിലെ കുടുംബക്കോടതി കെട്ടിടം നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. മലപ്പുറം DDA ഓഫീസ് നിർമ്മാണം പുരോഗമിക്കുന്നതിനൊപ്പം പുതിയ RTO ഓഫീസിനായി അനുമതി തേടിയിട്ടുണ്ട്. ദേശീയപാതയിലെ ഡ്രൈനേജ് നിർമ്മാണത്തിനായി അതോറിറ്റി ഫണ്ട് റിലീസ് ചെയ്യുന്ന മുറയ്ക്ക് തുക LSGDക്ക് കൈമാറും. യോഗത്തിൽ MLA-മാരായ ആബിദ് ഹുസൈൻ തങ്ങൾ, KPA മജീദ്, P. ഉബൈദുള്ള, ADM K. ദേവകി, സബ് കളക്ടർ സാക്ഷി മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCN മലപ്പുറം. 10 ഗ്രാം MDMA-യുമായി യുവതിയെയും യുവാവിനെയും പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. പൂക്കോട്ടുകാവ് സ്വദേശികളാണ് പിടിയിലായത്. പൂക്കോട്ടുകാവ് കടമ്പൂർ സ്വദേശികളായ പുത്തൻപുര വീട്ടിൽ 23 വയസ്സുള്ള അമൽ, വെള്ളിലതൊടി 20 വയസ്സുള്ള അനഘ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ശനിയാഴ്ച ഉച്ചയോടെ പാലക്കാട് കോട്ടമൈതാനത്ത് വെച്ചാണ് ഇവരിൽ നിന്നും ലഹരിമരുന്ന് പിടിച്ചെടുത്തത്. ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ വലയിലായത്. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. CCN കടമ്പഴിപ്പുറം. അങ്ങാടിപ്പുറം FCI ഗോഡൌണിലെ CITU തൊഴിലാളികൾ BMS-ൽ ചേർന്നെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് CITU ജില്ലാ നേതാക്കൾ. BMS-ൽ അംഗത്വമെടുത്തവർക്ക് CITU ചുമട്ടുതൊഴിലാളി യൂണിയനുമായി ഒരു ബന്ധവുമില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ഈ അങ്ങാടിപ്പുറം FCI ഗോഡൌണിലെ CITUക്കാർ മുഴുവൻ BMS ചേർന്നു ഒരു വാർത്ത നിങ്ങളോടെല്ലാം ഒരു നുണയായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചത്. അങ്ങാടിപ്പുറം FCI ഗോഡൌൺ ഇതുവരെ എന്ന് വെച്ചാൽ ഈ മാസം ഫെബ്രുവരി 2 വരെ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന FCI ഗോഡൌണുകളിൽ ഒരു ഗോഡൌണാണ്. 2 പുതിയ ടെൻഡർ വിളിച്ച് ടെൻഡർ ആയിട്ടുണ്ട്. 2 ശേഷം ടെൻഡർ ഒപ്പിച്ച് ആർക്കാണോ ആ കരാറ് വരുന്നതെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് 3-4 കരാറുകാർ നൽകിയിട്ടുണ്ട്.
കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി FCIയിലെ ജോലികൾ കരാറുകാർക്ക് നൽകുകയാണ്. ഓരോ വർഷവും കരാർ മാറുന്നതിനനുസരിച്ച് തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയും ഭീഷണിയിലാകുന്നു. നിലവിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ ഒഴിവാക്കി കരാറുകാർക്ക് താൽപര്യമുള്ളവരെ നിയമിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ജോലി നിലനിർത്തണമെങ്കിൽ BJP അനുകൂല സംഘടനയായ BMSുമായി സഹകരിക്കണമെന്ന് കരാറുകാരും ചില ഉദ്യോഗസ്ഥരും തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. ഇതിനു വഴങ്ങിയാണ് ചില തൊഴിലാളികൾ BMSൽ ചേർന്നത്. സമ്മർദ്ദത്തിനു വഴങ്ങിയാണ് CITUവിന്റെ പേര് ദുരുപയോഗം ചെയ്ത് വ്യാജ പ്രചാരണം നടത്തുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. FCIയില് കേരള FCI ലേബർ വർക്കേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞ കേരളത്തിൽ ഒരു യൂണിയന്റെ CITU രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്നത്. അതിലവർ അംഗങ്ങളല്ല. CITUവിന്റെ വേറെ ഏതെങ്കിലും ഘടക യൂണിയനുകളിൽ അംഗങ്ങളല്ല. CITUവിന് ഡയറക്റ്റ് അല്ല യൂണിയൻ, വിവിധ യൂണിയനുകൾ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ടാകുന്നതാണ് CITU. ഒരു സംഘടനയിലും ഇവർക്ക് അംഗത്വമില്ല. ഇവര് മുൻകാലങ്ങളിൽ കോൺഗ്രസിന്റെ ഒരു നേതാവ് ഉണ്ടായിരുന്ന ഒരു ഡൽഹിക്കാരനാണ്. അദ്ദേഹത്തിന്റെ യൂണിയനിലാണ് പ്രവർത്തിച്ചത്. പിന്നീട് ഇവര് എവിടെ പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്കും അറിയില്ല, അവർക്കും അറിയില്ല. ഞങ്ങളുമായി പലപ്പോഴും അവർ ബന്ധപ്പെടാൻ ശ്രമിച്ച അവസരത്തിൽ അവരെ ഞങ്ങൾ സ്വീകരിക്കാതിരിക്കാനും കാരണം അവര് തൊഴിലാളി വർഗത്തിന്റെ ഒരു നയവും സമീപനവും സ്വീകരിക്കുന്നവരല്ല. ഈ തൊഴിലാളികൾ ആരും അങ്ങാടിപ്പുറത്തുകാരോ പെരിന്തൽമണ്ണക്കാരോ ഒന്നുമല്ല. കോഴിക്കോടും കണ്ണൂരും പാലക്കാടും ഒക്കെ ട്രാൻസ്ഫർ ചെയ്തു വന്ന തൊഴിലാളികളാണ്. ഈ രീതിയിൽ ട്രാൻസ്ഫർ ചെയ്തു വന്നവരാണ്. ഇവർക്ക് തൊഴിലാളികളുടെ സമീപനം അവർക്കില്ല. അവർക്ക് ജോലികൾക്ക് വരിക, അവിടുന്ന് എന്തെല്ലാം മാർഗങ്ങൾ ചെയ്യാൻ കഴിയുമോ, അരി വിൽക്കാറുണ്ട്. ഇത് ഈ സമയത്ത് ഞങ്ങൾ പറയുന്നത് തെറ്റിദ്ധരിച്ചു പോകണ്ട. അരി മറിച്ച് വിൽക്കാറുണ്ട്. ആളുകളെ മാറ്റുമ്പോൾ പണം വാങ്ങി, മുൻപ് നിങ്ങൾക്കറിയാം ചുമട്ടുതൊഴിലാളിയെ നിശ്ചയിക്കുമ്പോൾ ഒരു കാലത്ത് ട്രേഡ് യൂണിയൻകാർ പണം വാങ്ങി നിശ്ചയിച്ചിരുന്നു. ആ സംവിധാനം ഇവർ ചെയ്യാറുണ്ട്. ഇത് രണ്ടും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാതിരുന്നാൽ CITUവിൽ ചേരുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്ന് 2 വർഷം മുൻപ് ഞങ്ങൾ പറഞ്ഞതാണ്. പിന്നീട് അവർ വന്നിട്ടില്ല. ഇപ്പോൾ കോട്ടയത്ത് വെച്ചിട്ട് FCI വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നടന്നു. ഞാൻ അതിലൊരു അംഗപ്രതിനിധിയാണ്. ആ സമ്മേളനത്തിൽ ഇവർ പങ്കെടുത്തിട്ടില്ല. കേരളത്തിലെ പങ്കെടുക്കാത്ത ഒരു ഡിപ്പോ അങ്ങാടിപ്പുറം ഡിപ്പോ ആണ്. ചുമട്ടുതൊഴിലാളിയുടെ മലപ്പുറം ജില്ലാ സമ്മേളനം മഞ്ചേരിയിൽ വെച്ച് 7 മാസം മുൻപ് നടന്നു. അതിൽ ഇവർ അംഗങ്ങളല്ല. CCN പെരിന്തൽമണ്ണ. SIR പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് കണ്ടെത്താനാവാത്ത 81,000 കേസുകൾ പരിഹരിച്ചതായി മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ്. ജില്ലാ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. ലോജിക്കൽ വ്യത്യാസം ഉൾപ്പെടെ ഹിയറിംഗ് ആവശ്യമുള്ള 3 ലക്ഷത്തോളം കേസുകളിൽ ഈ ആഴ്ചയോടെ നടപടികൾ പൂർത്തിയാക്കും. വോട്ടവകാശമുള്ള ഒരാൾ പോലും പട്ടികയിൽ നിന്ന് പുറത്താകില്ലെന്ന് കലക്ടർ ഉറപ്പു നൽകി. വില്ലേജ് ഓഫീസുകളിൽ ഇതിനായി ഹെൽപ്പ് ഡെസ്കുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 14ഓടെ 6 ലക്ഷത്തിലധികം അപേക്ഷകളിൽ നടപടി പൂർത്തിയാക്കും. MLAമാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള പദ്ധതികൾക്ക് ഭരണാനുമതി നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ പ്രത്യേക യോഗം ചേരും. പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ഫെബ്രുവരി 25-ന് ഉദ്യോഗസ്ഥരുടെ പ്രീ വികസന സമിതി യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനമായി. കോട്ടയ്ക്കൽ പുത്തൂർ ചെനക്കൽ ബൈപ്പാസ് 3ാം ഘട്ടത്തിന്റെ സർവേ പൂർത്തിയായതായും യോഗം വിലയിരുത്തി. ജില്ലയിലെ വിവിധ വികസന പ്രവർത്തനങ്ങളും യോഗം ചർച്ച ചെയ്തു. കാടാമ്പുഴ 110 kV സബ്സ്റ്റേഷൻ ഫെബ്രുവരി 15-ന് കമ്മീഷൻ ചെയ്യും. മഞ്ചേരി അമൃത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ ഈ ആഴ്ച ആരംഭിക്കാനും ഇരുമ്പിളിയം വലിയകുന്നത്ത് റോഡിലെ പൈപ്പ് ലൈൻ മാറ്റുന്നത് സംബന്ധിച്ച് ഫെബ്രുവരി 2-ന് പ്രത്യേക യോഗം ചേരാനും തീരുമാനിച്ചു. കൂടാതെ തിരൂർ ജില്ലാ ആശുപത്രിയിലെ അർബുദ മരുന്നുക്ഷാമം പരിഹരിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ അടിയന്തര ഇടപെടൽ തേടിയിട്ടുണ്ട്. സിവിൽ സ്റ്റേഷനിലെ കുടുംബക്കോടതി കെട്ടിടം നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. മലപ്പുറം DDA ഓഫീസ് നിർമ്മാണം പുരോഗമിക്കുന്നതിനൊപ്പം പുതിയ RTO ഓഫീസിനായി അനുമതി തേടിയിട്ടുണ്ട്. ദേശീയപാതയിലെ ഡ്രൈനേജ് നിർമ്മാണത്തിനായി അതോറിറ്റി ഫണ്ട് റിലീസ് ചെയ്യുന്ന മുറയ്ക്ക് തുക LSGDക്ക് കൈമാറും. യോഗത്തിൽ MLAമാരായ ആബിദ് ഹുസൈൻ തങ്ങൾ, KPA മജീദ്, P ഉബൈദുള്ള, ADM K ദേവകി, സബ് കളക്ടർ സാക്ഷി മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCN മലപ്പുറം. പാലക്കാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ വാർഷിക ടെക്നോ കൾച്ചറൽ ഫെസ്റ്റായ ഇൻവെന്റോ ക്യാമ്പസിൽ നടന്നു. സാങ്കേതിക വിദ്യയും കലയും സമന്വയിക്കുന്ന മേളയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ഉദ്ഘാടന ചടങ്ങിൽ പാലക്കാട് സ്മോൾ ഹൈഡ്രോ കമ്പനി ലിമിറ്റഡ് മുൻ ചീഫ് എഞ്ചിനീയർ പ്രസാദ് മാത്യു മുഖ്യാതിഥിയായി പങ്കെടുത്തു. മാട്രിക്സ് ഹാക്കത്തോൺ, പ്രോജക്ട് എക്സ്പോ, ജോബ് ഫെയർ എന്നിവ സാങ്കേതിക അഭിരുചിയുള്ളവർക്ക് വേദിയൊരുക്കുമ്പോൾ റോഡീസ് ചലഞ്ച്, മഡ്രോസ് എന്നിവ ആവേശകരമായ അനുഭവമാണ് പകർന്നത്. കൂടാതെ ആർട്ട് ഗാല, ഫോട്ടോഗ്രാഫി എക്സ്പോ എന്നിവയിലൂടെ വിദ്യാർത്ഥികളുടെ കലാസൃഷ്ടികൾക്കും അവസരം നൽകി.
സപ്ത എന്ന സാംസ്കാരിക വേദിയിലൂടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇന്റർ കോളേജ് നൃത്ത മത്സരം, ഇന്റർ കോളേജ് ഫാഷൻ മത്സരം എന്നിവ ഫെസ്റ്റിന് വർണ്ണാഭമായ സമാപനമൊരുക്കി. CCN പാലക്കാട്. സംസ്ഥാനതല ഇൻക്ലൂസീവ് കായികമേളയിൽ പങ്കെടുത്ത ചെർപ്പുളശ്ശേരി BRC പരിധിയിലെ വിദ്യാർത്ഥികൾക്ക് കടമ്പഴിപ്പുറത്ത് വെച്ച് അനുമോദനവും സമ്മാന വിതരണവും സംഘടിപ്പിച്ചു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബീന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അതിലേറെ അഭിമാനവും സന്തോഷവുമുണ്ട്. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും SSKയുമായി കൊണ്ടുള്ള ഫണ്ട് നിർബന്ധിത പ്രൊജക്റ്റായിട്ട് വകയിരുത്തണം എന്നാണ് നമുക്ക് കിട്ടുന്ന നിർദ്ദേശം. ഇന്ന് പട്ടാമ്പിയിൽ വെച്ചൊരു ക്ലാസ് ഉണ്ടായിരുന്നു. സാധാരണ വകയിരുത്തുന്ന ഫണ്ടിനേക്കാൾ 5% കൂടി കൂട്ടി തുക വകയിരുത്തണമെന്ന് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്. അതെന്തായാലും നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന, ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന നിങ്ങളിലൂടെ ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ സംഘടിപ്പിച്ച കലാമത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നിർവഹിച്ചു. BPC NP പ്രിയേഷ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. BRC ട്രെയിനർ PC ശിവശങ്കരൻ, A അരുൺ, MP ഗോപാലകൃഷ്ണൻ, K ശോഭ, H ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് മത്സരത്തിന്റെ മലപ്പുറം ജില്ലാതല പോരാട്ടത്തിൽ പൊന്നാനി MES കോളേജും മാറാക്കര VVHSSും ജേതാക്കളായി. കേരളത്തിന്റെ സാമൂഹിക പുരോഗമന ചരിത്രത്തെ ആസ്പദമാക്കി നടത്തിയ മത്സരത്തിന് മലപ്പുറം ഏൽമുറി മദീൻ അക്കാദമി വേദിയായി. അതുകൊണ്ട് തന്നെ ഓൾറെഡി ഞങ്ങൾ വിജയിച്ചവരാണ്. ഫൈനൽസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും വലിയ കാര്യമല്ല. മത്സരത്തിലേക്ക് വന്നു, പങ്കെടുത്തു, ഇവിടം വരെ എത്തി, അത് തന്നെ വലിയ കാര്യമാണ്. അറിയാവുന്ന പോലെ തന്നെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് കേരളത്തിൽ മെനിഞ്ഞാന്ന് മുതലാണ് ജില്ലാതല മത്സരങ്ങൾ ആരംഭിച്ചത്. കോളേജ് തലത്തിൽ പൊന്നാനി MES കോളേജിലെ CK മുഹമ്മദ് ആദിൽ, മുഹമ്മദ് ബിലാൽ എന്നിവർ 1ാം സ്ഥാനം നേടി. സ്കൂൾ തലത്തിൽ മാറാക്കര VVHSSലെ V പ്രബിൻ പ്രകാശ്, യശ്വന്ത് V ജഗദീഷ് എന്നിവർ 1ാം സ്ഥാനത്തിന് അർഹരായി. ജില്ലാ തലത്തിൽ ആദ്യ 3 സ്ഥാനങ്ങൾ നേടിയ ടീമുകൾ ഫെബ്രുവരി 3ാം വാരം നടക്കുന്ന സംസ്ഥാനതല ഗ്രാൻഡ് ഫിനാലെയിൽ മത്സരിക്കും. സ്കൂൾ തലത്തിൽ 1ാം സമ്മാനം 5 ലക്ഷം രൂപയും കോളേജ് തലത്തിൽ 3 ലക്ഷം രൂപയുമാണ്. സമാപന ചടങ്ങിൽ മലപ്പുറം ADM K ദേവകി വിജയികൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. മലപ്പുറം ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബിദ് കോട്ട അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, IRD എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ നടന്ന ജില്ലാതല മത്സരത്തിൽ 108 ടീമുകളിലായി 206 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. CCN മലപ്പുറം. ഭിന്നശേഷി സൗഹൃദ പ്രവർത്തനങ്ങളിൽ കേരളത്തിന് മാതൃകയായ പദ്ധതികൾ നടപ്പിലാക്കി സംസ്ഥാന പുരസ്കാരം കരസ്ഥമാക്കിയ മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദിനെയും മറ്റു പുരസ്കാര ജേതാക്കളെയും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആദരിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒരു കാര്യം ഞാൻ മനസ്സിൽ ഞാൻ ഡയാലിസിസ് സെന്ററിലേക്ക് അദ്ദേഹത്തെ മുമ്പ് ക്ഷണിച്ചു. അദ്ദേഹം വന്നു കണ്ടു, കീഴടക്കി എന്നൊക്കെ പറയുന്നത് പോലെ ഒരേ സമയത്ത് തന്നെ അദ്ദേഹം വന്ന അന്ന് മുതൽ തന്നെ ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടു. അന്ന് ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളുണ്ടായിരുന്നു, EK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഹൃദയത്തിലേക്ക് കയറി പറ്റാനും അവരുടെയൊക്കെ സ്നേഹാദരം പിടിച്ചു വാങ്ങാനും ഈ കലക്ടർക്ക് കഴിയും. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഞങ്ങൾക്ക് അതിനുശേഷം ആ ഡയാലിസിസ് സെൻ്ററിനും അതുപോലെ ഞങ്ങൾ തുടങ്ങാൻ പോകുന്നതിനൊക്കെ അദ്ദേഹത്തിൻ്റെതായ സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, ഇനി അദ്ദേഹം കലക്ടർ ഇവിടെ വലത്ത് നിൽക്കുന്നതെല്ലാം മാറും, അതല്ലെങ്കിൽ ഉയർന്ന സ്ഥാനം ഇനിയും കിട്ടും, പിന്നെ റിട്ടയർഡ് ആവും, അതൊക്കെ സ്വാഭാവികമാണ്, ജീവിതത്തിലേക്ക് കിട്ടുന്നത് വരുന്നതാണ്. പക്ഷേ ഞങ്ങളൊരു സ്റ്റെപ്സ് എന്നൊരു പദ്ധതി തുടങ്ങുന്നുണ്ട്. ശിഹാബ് തങ്ങൾ എംപവർമെന്റ് പാലിയേറ്റീവ് സോൺ എന്നാണ് അതിൻ്റെ പേര്. ഭിന്നശേഷിക്കാർക്ക്, ഒട്ടിസം ബാധിച്ചവർക്ക്, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്ക്, ആരോരുമില്ലാതെ ഒരു രീതിയിലും ഒന്നിനും വഴിയില്ലാത്തവർക്ക്, അവർക്കൊക്കെയുള്ള ഒരു അഭയ കേന്ദ്രം 1,29,000 സ്ക്വയർ ഫീറ്റിൽ 6-7 ബിൽഡിങ്ങുകളായി ഇപ്പം 3.5 ഏക്കർ സ്ഥലം ഞങ്ങൾ എടുത്തു. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അത് സംസ്ഥാനത്തല്ല ഇന്ത്യയിൽ തന്നെ ഇത്തരം ഭിന്നശേഷിക്കാർക്കുള്ള ഏറ്റവും വലിയൊരു കേന്ദ്രമാകും.
കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് മലപ്പുറം ജില്ലയ്ക്ക് ഈ നേട്ടം കൈവരിക്കാനായതെന്ന് മറുപടി പ്രസംഗത്തിൽ ജില്ലാ കളക്ടർ പറഞ്ഞു. ഭിന്നശേഷിക്കാർക്കായി നടപ്പാക്കുന്ന പദ്ധതികളിൽ എല്ലാവരുടെയും പിന്തുണ തുടർന്നും ഉണ്ടാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സ്മിജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ ഭിന്നശേഷി അവാർഡ് 2025 മികച്ച ജില്ലാ ഭരണകൂടത്തിനുള്ള പുരസ്കാരം ഉൾപ്പെടെ 6 പുരസ്കാരങ്ങളാണ് മലപ്പുറം നേടിയത്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. മലപ്പുറം ജില്ലയിൽ നിന്ന് പുരസ്കാരത്തിന് അർഹരായ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. CCN മലപ്പുറം. സഹകരണ പെൻഷൻകാരുടെ അനിശ്ചിതകാല സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നടക്കുന്ന സംസ്ഥാന പ്രചരണ ജാഥ ഫെബ്രുവരി 2 മലപ്പുറം ജില്ലയിൽ പ്രചരണം നടത്തും. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സഹകരണ പെൻഷൻകാരുടെയും ന്യായമായ ആവശ്യങ്ങളോട് പെൻഷൻ ബോർഡിന്റെയും സർക്കാരിന്റെയും നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ച് കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷൻസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ഈ മാസം 9 മുതൽ 17 വരെ സെക്രട്ടേറിയറ്റ് പടിക്കൽ റിലേ സത്യാഗ്രഹം നടത്തും. സംസ്ഥാന ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ നയിക്കുന്ന വടക്കൻ ജാഥയ്ക്കാണ് മലപ്പുറം ജില്ലയിൽ പ്രചരണം നടത്തുന്നത്. രാവിലെ 9-ന് ഐക്കരപ്പയിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ 10 മണിക്ക് യൂണിവേഴ്സിറ്റി, 11-ന് തിരൂർ, 12-ന് മലപ്പുറം, 4-ന് നിലമ്പൂർ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് 5-ന് പെരിന്തൽമണ്ണയിൽ സമാപിക്കും. സംസ്ഥാനത്ത് 2 വാഹന ജാഥകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന് ഉത്തരമേഖലാ ജാഥയുമുണ്ട്, തെക്കൻ മേഖലയിൽ ജാഥയാണ്. ഈ വടക്കൻ മേഖലയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പങ്കെടുക്കുന്ന ജാഥയാണ് വരുന്നത്. അത് 2-ാം തീയതിയാണ് നമ്മുടെ ജില്ലയിലേക്ക് വരുന്നത്. 2-ാം തീയതി രാവിലെ 9 മണിക്ക് ഐക്കരപ്പടിയിൽ വെച്ച് സംസ്ഥാന ജാഥ നമ്മുടെ ജില്ലയിലേക്ക് കടന്നു. അത് കഴിഞ്ഞാൽ 10 മണിക്ക് തിരൂര്, 10 മണിക്ക് യൂണിവേഴ്സിറ്റി, 11 മണിക്ക് തിരൂര്, 12 മണിക്ക് മലപ്പുറം, പിന്നെ 4 മണിക്ക് നിലമ്പൂര്, വൈകിട്ട് 5 മണിക്ക് പെരിന്തൽമണ്ണ. ഇങ്ങനെ ആണ് അതിന്റെ സ്വീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ആ സ്വീകരണ കേന്ദ്രങ്ങൾ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ കൂടിയാണ് നമ്മുടെ ഈ പത്രസമ്മേളനത്തിന്റെ ഭാഗമായി കാണുന്നത്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് TK ജയൻ, സെക്രട്ടറി TK ഹരിദാസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് MM യൂസുഫ്, KM സരള, O സഹദേവൻ, K ഗോപിനാഥൻ എന്നിവർ സംബന്ധിച്ചു. CCN മലപ്പുറം. ആധുനിക ചികിത്സാ രീതികൾക്കൊപ്പം പ്രകൃതിയുടെ കരുണ കൂടി ചേരുമ്പോൾ രോഗികൾക്ക് അത് പുത്തൻ പ്രതീക്ഷയാകുന്നു. പെരിന്തൽമണ്ണ എരവിമംഗലത്തെ അമൃതം ആയുർവേദ ആശുപത്രിയുടെ കീഴിലുള്ള അമൃതം പൊയ്ക എന്ന പ്രകൃതിജന്യ നീരുറവയാണ് ഇപ്പോൾ മാറാരോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും സാന്ത്വന ചികിത്സ തേടുന്നവർക്കും തണലാകുന്നത്. ആരോഗ്യവും സൗഹൃദവും ഒത്തുചേരുന്ന പുലരികൾ. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ 9 മണി വരെ അമൃതം പൊയ്ക ഒരു വലിയ സ്നേഹക്കൂട്ടായ്മയായി മാറുന്നു. ഡോക്ടർമാർ, അധ്യാപകർ, കലാകാരന്മാർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ഇവിടെ ഒത്തുചേരുന്നു. നീന്തലിനൊപ്പം പാട്ടും തമാശകളും പങ്കുവച്ച് അവർ രോഗാവസ്ഥകളെ മറക്കുന്നു. ഡോക്ടർ ഫെപ്പീന സീതി, പ്രൊഫസർ സുരേന്ദ്രൻ, പ്രശസ്ത സിനിമാ സംവിധായകൻ ജയരാജ്, സബിത ജയരാജ്, മെഹ്റലി തുടങ്ങിയ പ്രമുഖർ ഈ കൂട്ടായ്മയിലെ സജീവ സാന്നിധ്യങ്ങളാണ്. ഞങ്ങൾ അമൃതം പൊയ്കയിലെ ഒരു ആരോഗ്യ കൂട്ടായ്മയാണ് ഈ കാണുന്നത്. രോഗമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഈ കുളത്തിൽ എങ്ങനെ അതിജീവനം നടത്തുന്നു എന്നുള്ളതാണ്. ഇവിടെ രോഗശാന്തിക്ക് വേണ്ടിയിട്ടും ആരോഗ്യത്തിന് വേണ്ടിയിട്ടും എല്ലാ ദിവസവും രാവിലെ 6:00-ക്ക് ശേഷം ഞങ്ങൾ 1.5 മണിക്കൂർ ഇവിടെ ചെലവഴിക്കുകയാണ്. ഇതിൽ ഞങ്ങൾ സമൂഹത്തിന് നൽകുന്നൊരു വലിയ സന്ദേശം, നേരത്തെ നമ്മുടെ പ്രൊഫസർ സുരേന്ദ്രൻ സൂചിപ്പിച്ച പോലെ ഈ കുളങ്ങളൊക്കെ ശരിക്കും ഒരു ആശുപത്രിയാണ്, ഒരു മെഡിക്കൽ കോളേജുകളാണ്. ഈ വെള്ളത്തിന് മാറ്റാൻ കഴിയാത്ത അസുഖങ്ങളൊന്നുമില്ല. ഒരുപാട് ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് അതിജീവിക്കാൻ, ഇപ്പോൾ ബ്ലഡ് ഷുഗർ വരുന്ന രോഗികൾ, BP കൂടുന്നവർ, സ്ട്രെസ് ഉള്ളവർ, ഇങ്ങനെ ഒരുപാട് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് രോഗങ്ങൾക്ക് ശാന്തി ഈ വെള്ളത്തിലുള്ള നീന്തലാണ്. ഇപ്പം ഞങ്ങൾ ഒരു ഇതുകൂടി നമുക്ക് അനുഭവപ്പെടുന്നത് എന്താ വെച്ചാൽ, രോഗശാന്തി മാത്രമല്ല, ദീർഘായുസിനും ആരോഗ്യകരമായ ജീവിതത്തിനും ഏറ്റവും ലളിതമായ ഒരു മാർഗം നീന്തലാണ്. പ്രസവ സമയത്തെ ഓക്സിജൻ കുറവ് മൂലം നടക്കാൻ പ്രയാസപ്പെട്ട 9-കാരൻ ആദം അസിൽ, വാഹനാപകടത്തെ തുടർന്ന് ഓർമ്മശക്തി നഷ്ടപ്പെട്ട മുഹമ്മദ് അനീഷ്, ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചലനശേഷി തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന റിട്ടയർഡ് പ്രൊഫസർ സുരേന്ദ്രൻ, പാർക്കിൻസൺസ് രോഗബാധിതയായ
ഷീല ബാബു, ഓട്ടിസം ബാധിച്ച അശ്വൻ, മുഹമ്മദ് റിഹാൻ തുടങ്ങി ഒട്ടേറെ പേർ ഈ ജലചികിത്സയിലൂടെ പുരോഗതി കൈവരിക്കുകയാണ്. ഞാൻ പ്രൊഫസർ സുരേന്ദ്രൻ, പെരിന്തൽമണ്ണ ഗവൺമെൻറ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ് 2001. പിന്നെ ഞാൻ പല പ്രാവശ്യമായിട്ട് കുറേ വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന ആളാണ്. എൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ ഒരു രഹസ്യം ഈ നീന്തലാണ്. കാരണം കാല് ഫ്രാക്ചറായിട്ട് അത് ഇംപ്ലാന്റ്സ് വെച്ച് സർജറി ചെയ്ത് ഫിസിയോതെറാപ്പി ചെയ്ത് കുറേ ഭേദമായി. പക്ഷേ അത് പെർഫെക്റ്റ് ആയത് ഇവിടെ കുളത്തിൽ വന്നതിന് ശേഷമാണ്. നമ്മൾ ഹൈഡ്രോ തെറാപ്പി ചെയ്യും. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വെള്ളം. ഹൈഡ്രോ തെറാപ്പി എന്ന് പറഞ്ഞാൽ വെള്ളവുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റ്. അതിന് വേണ്ടിയിട്ട് ഡോക്ടർ കൃഷ്ണദാസ് എന്നെ സഹായിക്കുന്നുണ്ട്. കൃഷ്ണദാസ് മാത്രമല്ല, ഇവിടെ വരുന്ന ഈ കുളത്തിൽ വരുന്ന എല്ലാവരും പരസ്പരം സഹായിക്കുന്ന ആൾക്കാരാണ്. നമസ്കാരം, എൻ്റെ പേര് വിദ്യയാണ്. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡ് ഹരിഹരകൃഷ്ണൻ. ആക്ച്വലി ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞത് 2023 എൻ്റെ ഹസ്ബൻഡിന് കാലിന് കുറച്ച് ബെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു അലോപ്പതിയിൽ പോയപ്പോൾ അവർ ഓപ്പറേറ്റ് ചെയ്യണം എന്ന് തന്നെ പറഞ്ഞു. ആക്ച്വലി മുട്ടിനല്ല വേദന, ബെൻഡാണ്. പക്ഷെ അപ്പോൾ അവർ പറഞ്ഞത് ഇത് എന്തായാലും ഓപ്പറേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഈ ഓപ്പറേഷനോട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് നമുക്ക് ഈ പെരിന്തൽമണ്ണയിൽ അമൃതം റിസർച്ച് സെന്ററിനെ കുറിച്ച് അറിഞ്ഞത്. എനിക്കും നല്ലൊരു മാറ്റം കിട്ടി, ശാരീരികമായിട്ടും മാനസികമായിട്ടും. താങ്ക്സ് ടു ഡോക്ടർ കൃഷ്ണദാസ്. എൻ്റെ ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക്സ്. അനീഷ് ഒരു 50 വർഷം മുമ്പ് ഒരു മോട്ടോർ സൈക്കിളിന്റെ ആക്സിഡന്റ് ആയതാ. അനീഷിന്റെ ഒപ്പം റൈഡ് ചെയ്തിരുന്ന സുഹൃത്തുക്കളൊന്നും ഇല്ല. ആദ്യത്തെ സ്പോട്ട് തന്നെ അദ്ദേഹം നമ്മുടെ വീട് പറഞ്ഞു. അനീഷ് കുറെ കാലം കോമയിലായിരുന്നു. ഒരുപാട് സർജറി ഒക്കെ കഴിഞ്ഞ് അനീഷ് സർവൈവ് ചെയ്തു. ഇപ്പോൾ 50 വർഷത്തിന് ശേഷം അനീഷിന്റെ കുറെ മെമ്മറി റിക്കവറി, അതുപോലെ കാലിന്റെ നമ്പനസ് മാറ്റിയെടുക്കൽ, ഇങ്ങനെയൊക്കെ പർപ്പസായിട്ട് അനീഷ് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിലേറെ ആയിട്ട് അമൃതത്തിൽ ചികിത്സയിലാണ്. അപ്പോൾ അനീഷ് നല്ല ഡിഗ്രി ഹോൾഡറൊക്കെയാണ്. അപ്പോൾ അനീഷ് തന്നെ പറയും. ആക്സിഡന്റിന് ശേഷം എനിക്ക് നഷ്ടപ്പെട്ടു പോയത് നടക്കാൻ കഴിയാന്നുള്ളത് മാത്രമല്ല, എനിക്ക് എൻ്റെ ഓർമ്മ എന്നുള്ളതാണ് ഒരുപാട് നഷ്ടപ്പെട്ടു പോയത്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എൻ്റെ ഓർമ്മ എന്നുള്ളത് തിരിച്ചെടുക്കാൻ കഴിയുന്നില്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് എനിക്ക് വരുന്നുണ്ട്, മനസ്സെനിക്ക് വരുന്നുണ്ട്. ഓർമ്മ എന്നുള്ളത് എനിക്ക് കിട്ടും. ഓർമ്മ എനിക്ക് എങ്ങനെ തിരിച്ചെടുക്കാം എന്നുള്ളത് കഴിയും. ഞാൻ ഫൗസിയ മുഹമ്മദ് അനീസിൻ്റെ ഉമ്മയാണ്. പിന്നെ ഞങ്ങൾ കരിങ്കലത്താണി വട്ടപ്പറമ്പ് എന്ന് പറയും. എൻ്റെ മോന് 9 വർഷമായിട്ട് ആക്സിഡൻറ്റ് പറ്റിയ ആളാണ്. അതിന് ഞങ്ങൾ 1 മാസത്തോളമായി ഇപ്പോൾ ഇവിടെ ചികിത്സ. കുറേയൊക്കെ മാറ്റമുണ്ട്, കാലിന് നല്ല മാറ്റമുണ്ട്, ഓർമ്മകളും തിരിച്ചു കിട്ടുന്ന ഡോക്ടർ പറഞ്ഞു. താങ്ക്സ് ഡോക്ടർ. അമൃതം ആയുർവേദ ആശുപത്രി ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ കൃഷ്ണദാസ്, ഡോക്ടർ ഷീപ കൃഷ്ണദാസ് എന്നിവരാണ് ചികിത്സാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. നീന്തൽ അറിയാത്തവർക്ക് അത് പഠിക്കാനുള്ള സൗകര്യവും രോഗികൾക്ക് ആവശ്യമായ പ്രത്യേക ചികിത്സാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അമൃതം പൊയ്കയിൽ ഏറ്റവും നല്ല റിസൾട്ട് കണ്ടുവരുന്നത് നടുവേദന, പോസ്റ്റ് ആക്സിഡന്റ് റീഹാബിലിറ്റേഷൻ, സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ. നമുക്കറിയാലോ, പക്ഷാഘാതമൊക്കെ വന്ന് ഒരു വശം തളർന്ന ആൾക്കാർ, അവർക്കൊക്കെ ഒരുപാട് റിസൾട്ട് കിട്ടുന്നുണ്ട്. മാത്രമല്ല കൈ പൊന്തിക്കാൻ വയ്യാത്തവർ, ഇപ്പോൾ കാലിന് തരിപ്പ് മാത്രമായിട്ട് ഏറ്റവും കൂടുതൽ റിസൾട്ട് നിത്യജീവിതത്തിൽ നമുക്ക് കാണുന്ന ഈ പ്രമേഹവും അതിനോടനുബന്ധിച്ച ഉപദ്രവവ്യാധികളും മാറ്റുന്ന കാര്യത്തിലാണ്. പിന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള സ്ട്രെസ് കുറയ്ക്കുന്നതിന് ഇതിലും ഉപകാരപ്രദമായ വേറൊരു മീഡിയം ഇല്ല. നമുക്ക് ഏറ്റവും നന്നായിട്ട് സ്ട്രെസ് കുറയാൻ നീന്തലാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് മിക്കവാറും ഇപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്ന ഈ ഫൈബ്രോയിഡുകൾ, അതേപോലെ തന്നെ അവർക്കുണ്ടാവുന്ന മെൻസ്ട്രൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാരണങ്ങളുണ്ടാവും, ഒരുപാട് തകരാറുകൾ സംഭവിക്കുന്നുണ്ടാവും. അതിനൊക്കെ ഇതിന് PCOD എന്നൊക്കെ നമ്മൾ പറഞ്ഞു വിളിക്കുന്ന പറയുന്നുണ്ട്, ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസൊക്കെ, അതൊക്കെ മാറാൻ, അതൊക്കെ നമ്മുടെ ഹോർമോണുകളും അമിതവണ്ണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനത്തെ ഈ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങളിലും ഏറ്റവും നല്ല മീഡിയം വാട്ടറാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഒട്ടുമിക്ക രോഗാവസ്ഥകളിലും ഞങ്ങൾ എല്ലാവരെയും നീന്തൽ എന്ന വ്യായാമം പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ. അത് പഠിപ്പിച്ച് അവരെ ജീവിക്കാൻ പ്രാപ്തരാക്കുന്നു, രോഗവിമുക്തരാക്കുന്നു. അതാണ് അമൃതം പൊയ്കയുടെ പ്രത്യേകത. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SIR പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് കണ്ടെത്താനാവാത്ത 81,000 കേസുകൾ പരിഹരിച്ചതായി മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ്. ജില്ലാ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. $10 ഗ്രാം MDMA-യുമായി യുവതിയെയും യുവാവിനെയും പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. പൂക്കോട്ടുകാവ് സ്വദേശികളാണ് പിടിയിലായത്.
അങ്ങാടിപ്പുറം FCI ഗോഡൌണിലെ CITU തൊഴിലാളികൾ BMS-ൽ ചേർന്നെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് CITU ജില്ലാ നേതാക്കൾ. BMS-ൽ അംഗത്വമെടുത്തവർക്ക് CITU ചുമട്ടുതൊഴിലാളി യൂണിയനുമായി ഒരു ബന്ധവുമില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.